3 വർഷത്തിനിടെ 30 കുട്ടികളെ വിറ്റ സംഘത്തെ പോലീസ് പിടികൂടി. തമിഴ്നാട്ടിലെ സേലത്ത് നിന്നാണ് കുട്ടികളെ വിൽക്കുന്ന സംഘം പോലീസ് പിടിയിലായത്. സേലം സ്വദേശി മോഹൻരാജ് എന്നയാളുടെ നേതൃത്വത്തിലാണ് സംഘം പ്രവർത്തിക്കുന്നത്. ദരിദ്ര കുടുംബങ്ങളിൽ നിന്നുള്ള കുട്ടികളെയാണ് പണം നൽകി ഇവർ കൈക്കലാക്കുന്നത്. പണമിടപാടുമായി ബന്ധപ്പെട്ട തർക്കത്തിലാണ് മോഹൻരാജിനെ പോലീസ് ആദ്യം പിടികൂടുന്നത്. ഇയാളുടെ മൊബൈൽ ഫോണുകൾ പരിശോധിച്ചപ്പോൾ നിരവധി ചെറിയ കുട്ടികളുടെ ഫോട്ടോ കണ്ടു. തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണമാണ് കുട്ടികളെ വിൽക്കുന്ന മാഫിയയിലേക്ക് എത്തിച്ചത്. മോഹൻരാജിൽ നിന്നുമാണ് മറ്റൊരു സംഘാംഗമായ ജനാർദ്ദനനിലേക്ക് പോലീസ് എത്തുന്നത്. കുട്ടികളെ ആവശ്യമുണ്ടെന്ന വ്യാജേന പോലീസ് ഇയാളെ സമീപിച്ചു. 4 ലക്ഷം രൂപ നൽകിയാൽ ആൺകുട്ടിയെ നൽകാമെന്നാണ് ജനാർദ്ദനൻ അറിയിച്ചത്. പിന്നാലെയാണ് പോലീസ് എത്തി ഇയാളെ അറസ്റ്റ് ചെയ്തത്. ഈറോഡ് കേന്ദ്രീകരിച്ച് കുട്ടികളെ വിൽക്കുന്ന മാഫിയ സജീവമാണ്. ദിവസങ്ങൾക്ക് മുൻപ് ഈറോഡിൽ നിന്നും ഒരു കുഞ്ഞിനെ സേലത്ത് 3 ലക്ഷം രൂപയ്ക്ക് വിറ്റിരുന്നു. ഇടപാടിൽ മോഹൻരാജിന്റെ ഭാര്യയും പങ്കാളിയായിരുന്നു. സേലം, ഈറോഡ്, കരൂർ, നാമക്കൽ, തിരുപ്പൂർ, കോയമ്പത്തൂർ, കൃഷ്ണഗിരി തുടങ്ങിയ മേഖലയിലെ കുട്ടികളില്ലാത്ത ബിസിനസ്സുകാർക്കാണ് ഇവർ നിയമവിരുദ്ധമായി വൻതുക വാങ്ങി കുട്ടികളെ നൽകിയിരുന്നത്. കഴിഞ്ഞ 3 വർഷത്തിനിടെ 30 കുട്ടികളെ ഇവർ വിറ്റിരുന്നുവെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. കുട്ടികളെ കടത്തുന്ന സംഘത്തിലെ മുഖ്യപ്രതി ചിത്രയെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കുട്ടികളെ വിറ്റവരെയും വാങ്ങിയവരെയും കേന്ദ്രീകരിച്ചും പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്.